നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. എല്ലാവർക്കും മേടവിഷു ആശംസകൾ നേരുന്നു. മേടവിഷുവുമായി അനുബന്ധപ്പെട്ട് നക്ഷത്രങ്ങളും ഗ്രഹസ്ഥിതികളുടെ പോക്കുകളൊക്കെ കൊണ്ടുള്ള ഫലത്തെയാണ് പറയുന്നത്. രേവതി നക്ഷത്രക്കാർക്കുള്ള ഈ വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. അവർക്ക് ജന്മത്തിൽ ശനി നിൽക്കുന്ന സമയമാണ്. അത് ഇച്ചിരി ദോഷമാണ്. 4ലും 5ലും വേഴ സഞ്ചരിക്കുന്ന സമയം വളരെ ഗുണകരമായ ഭാഗ്യാഭിവൃദ്ധികളും ഉണ്ട്. അപ്പോൾ ഏഴാണ്ട ശനി എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ഗുരുക്കായിട്ടുള്ളത്. ഏഴാണ്ട ശനി രാമനും ലക്ഷ്മണനും രാജ്യവും ഭരണവും അധികാരവും ചെങ്കോലും എല്ലാം നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയ സമയമാണ്. അതുകൊണ്ട് ഈ രേവതി നക്ഷത്രക്കാർ തുതിനിധി, ധനഭോഗി, പണ്ഡിത, സന്ധ്യരാശോധനം, സുഖം, പാണ്ഡിത്യം, അറിവ്, കഴിവ്, ഭക്തി, ശക്തി, സ്നേഹം, ബഹുമാനം ഒക്കെ ഉള്ളവരും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ പ്രീതി കിട്ടുന്ന ആളുമൊക്കെയാണ് ഈ രേവതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. പക്ഷെ ഇപ്പം സകല ആൾക്കാരും നമ്മളെക്കുറിച്ച് മോശം പറയുന്നതും നമ്മുടെ ജോലിക്കും പ്രതാപത്തിനും സ്ഥാനമാനങ്ങൾക്കും കോട്ടം വരുത്തുന്ന അവസ്ഥകളും ഒക്കെ ഉള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഏഴാണ്ട് ശനി എന്ന് വെച്ചാൽ നാനാരോഗം, ഒന്ന് മാറി പല പല അസുഖങ്ങളും സുഖത്തിനും സാമ്പത്തികം, ദാമ്പത്തികം, പുരോഗതിക്ക് തടസ്സവും സ്ഥാനമാനങ്ങളൊക്കെ പോവുകയും സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമുള്ള സുഖത്തിന് ആണുങ്ങളല്ല പെണ്ണുങ്ങളാണ് കൂടുതൽ ശത്രുവാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അച്ഛൻ സ്വത്തും വകയും അധികാരമൊക്കെ കൊടുത്ത് ചെങ്കോലും കിരീടമൊക്കെ കൊടുത്ത് രാജാവാക്കിയെങ്കിൽ മന്ദരയും കൈകേകി അമ്മയും വേലക്കാരിയും കൂടെ ചേർന്നാണ് കൂടും കുടുക്കൊക്കെ പിടിച്ച് വാങ്ങിച്ച് വനത്തിൽ പറഞ്ഞു വിട്ടു. സ്വന്തം അമ്മ, കുഞ്ഞമ്മ, വലിയമ്മ, അമ്മമ്മ, അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന അന്യമായിട്ടുള്ള അമ്മമാര് ഒക്കെ ശത്രുക്കളായിട്ട് വന്ന് നമ്മളെ ഇരിക്കുന്നത് അവർ പിടിച്ചു വാങ്ങിക്കാൻ വരെ ശ്രമിക്കുന്ന സമയമാണ്. സുഖത്തിനും സാമ്പത്തിക പുരോഗതിക്കും തടസ്സം. സാമ്പത്തികം വെച്ചാൽ ഒരുപാട് പൈസ നമുക്ക് പല വഴിയിലും കിട്ടേണ്ടുന്ന ബ്ലോക്കായി. നമ്മളെ പാർട്ണറും ഫ്രണ്ട്സും നമുക്ക് കിട്ടേണ്ടുന്ന തൊഴിലാളിയും മുതലാളിയും ഒക്കെ തരേണ്ടുന്ന പൈസകളൊക്കെ കിട്ടാതിരിക്കും. ഇത്രയും പൈസ എങ്ങനെ എൻ്റെ നിന്ന് പോയതാണെന്ന് തോന്നുന്ന സമയം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസകൾ പ്രതീക്ഷിക്കാതെയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതും ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ്, ബിസിനസ്, ഏജൻസി ഇതിലൊക്കെ നമുക്ക് തകർച്ച ഉണ്ടാകുന്ന സമയം ഒക്കെയാണ്. അപ്പോൾ കള്ള കേസുകളൊന്ന് ജയിലിൽ കിടക്കാൻ വരെ യോഗമുള്ള സമയം. അതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ ഒന്ന് ക്ഷമിച്ച് സഹിച്ചു പോകണം. നാട്ടിൽ ജീവിക്കുന്നതിനേക്കാളും ജയിലിൽ കിടക്കുന്നതും കുഴപ്പമില്ല. കാരണം ഈ ഊർവശി ശാപം ഉപകാരമായതുപോലെയാണ്. നാട്ടിലാണെങ്കിൽ നാട്ടുകാരും രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും ഒക്കെ നമ്മൾ ആക്രമിക്കാനും ഉപദ്രവിക്കാനും കൊല്ലാനും ഒക്കെ വരും. ജയിലിൽ കിടന്നാൽ ഈ വക കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ ചാപ്പാട് കിട്ടും, സ്നേഹം കിട്ടും, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും. ഈ കള്ളന്മാരെ കൊണ്ടും ശത്രുക്കളെ കൊണ്ടും ഉള്ള ഉപദ്രവങ്ങളൊക്കെ മാറിക്കിട്ടും. ഗുണ്ടകൾ വന്ന് വെട്ടാനും കുത്താനും ആക്രമിക്കാനൊന്നും വരില്ല. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് സുരക്ഷിതമായ ജീവിത നിലവാരങ്ങളൊക്കെ ഉണ്ടാകും. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും തമസല്ല. ചില സമയങ്ങളിൽ നമ്മളെ നാട്ടിൽ നിന്നാൽ നമ്മളെ ആളുകൾ അടിക്കാനും കൊല്ലാനും ഒക്കെ വരുന്ന സമയം. ആ സമയത്ത് നമുക്ക് ഒരു ജയിൽവാസം എന്ന് പറയുന്നത് സുഖവാസമായിട്ട് നിങ്ങൾ കണക്കാക്കും. അല്ലാതെ ചുമ്മാ കോടികൾ പോയതും കൊണ്ട് നമ്മളെ കൊന്നിട്ട് കാര്യമൊന്നുമില്ല, ആത്മഹത്യ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഈ സമയത്ത് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങൾ വരുന്ന സമയമാണ്. അങ്ങനെ സ്ഥാനമാനങ്ങൾ പോവുകയും സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുള്ള സുഖത്തിന് ഭംഗവും പ്രംശഞ്ച വീടും നാടും വിറ്റുവരയ്ക്ക് പോകണമെന്നും വിട്ടുമാറി പോകണമെന്ന് തോന്നുന്നതേ ഉള്ളൂ. ക്ഷയിച്ച് നശിച്ചു പോകുന്ന സമയവുമൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ നിരപരാധിയാണെങ്കിലും കുറ്റവാളിയാണെന്ന് കോടതി പോലും അവകാശപ്പെടുന്ന സമയം. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമുക്കല്ലേ പറ്റൂ. നമ്മൾ വളരെ സൂക്ഷിക്കണം. എന്നാൽ വേഴം 4ലാണ്. വേഴഗ്രഹം 4 നിൽക്കുമ്പോൾ ഈശ്വരാനുഗ്രഹമുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ട് പല പല കുരുക്കുകളും കുഴപ്പങ്ങളും മാറിക്കിട്ടും. അങ്ങനെയുണ്ട്. 4 ക്ഷേത്രങ്കോ ശയനാസനാന് സുഖം വിദ്യേഷാമി ലാഭോഭവേ. നിങ്ങൾക്ക് വീട് വയ്ക്കാനും അമ്പലം വയ്ക്കാനും ദേവകാര്യങ്ങൾ നോക്കാനും ദൈവങ്ങളുടെ അനുഗ്രഹം കൂടുതൽ കിട്ടാനും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് പല കുരുക്കുകളിൽ നിന്നും രക്ഷപ്പെടാനും ഒക്കെ ഉള്ളൂ. അതാണ് വേഴം 4 നിൽക്കുമ്പോൾ സുഖവും കിട്ടും. കാരണം ഗുരു ശുക്രൈ കേന്ദ്രകൈവാ സുവിതാക തത്ര ആതുരവാചി അത്ര ചാവാൻ കിടക്കണ രോഗിയും സുഖിയായിട്ട് ഭവിക്കുമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ അസുഖങ്ങളല്ല, വലിയ അസുഖങ്ങളെന്ന് പറഞ്ഞാൽ അതൊക്കെ മാറിക്കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം. വേഴം അതിൽ നിന്ന് 5ലേക്ക് വരും. അത് ഈ 6ാം മാസം മുതൽ 10ാം മാസം വരെയാണ് വേഴം 5 വരുന്നത്.
അപ്പോൾ 5 വരുമ്പോൾ പുത്രസ്ഥലാഭോ അഥവാ ആരോഗ്യം തീ പ്രതിബോധയേശ മനസന്തുഷ്ടിച്ച പുണ്യോദയ സന്താനാഭം. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനുള്ള മക്കൾക്ക് ജോലിയും പൈസയൊക്കെ കിട്ടും. അഥവാ ആരോഗ്യ അസുഖങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യം കിട്ടാനും ബുദ്ധി ശക്തി ഇതൊക്കെ വർദ്ധിക്കാനും മനസ്സിന് സന്തോഷം പുണ്യം കിട്ടാനും നേട്ടങ്ങൾ കിട്ടാനും ഒക്കെ യോഗമുണ്ട്. അതുകൊണ്ട് നമ്മളെ കോട്ടങ്ങൾ മാറി നേട്ടങ്ങൾ വരാനുള്ള ചാൻസ്. വേഴത്തിൻ്റെ സഞ്ചാരകാലമുണ്ട്. ശനിയുടെ സഞ്ചാരകാലം കൊണ്ട് വലിയ കുരുക്കുണ്ട്. അപ്പം നമുക്ക് ശനിയുടെ ദോഷത്തിന് കാലഭൈരവൻ, ഹനുമാൻ സ്വാമി, ശാസ്താവ് ഇവരെയൊക്കെ ഒന്ന് ഭരിച്ചു പോകണം. അപ്പോൾ ഒരുപാട് വിനകൾ മാറി കിട്ടും. പിന്നെ നമ്മൾ വിരോധവും ശത്രുതയൊക്കെ ഉള്ളത് കൊണ്ട് മയമായിട്ട് പോകണം. ചില കഷ്ടനഷ്ടങ്ങൾ സഹിച്ചേ പറ്റി. നമ്മളെ സ്ഥാനങ്ങളും അധികാരങ്ങളും നിൽപ്പിന് ദോഷം ചെയ്യുന്ന തരത്തിലുള്ള അപഖ്യാതികളൊക്കെ കേൾക്കും. അതൊക്കെ ഒരു ചെവി കേട്ട് മറ്റു ചെവി കൂടെ കളയണം. എന്നിട്ട് നമ്മൾ സ്നേഹമായിട്ട് എല്ലാവരോടും ജീവിക്കണം. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹമുള്ള കാലഘട്ടത്തിൽ പല കുരുക്കൾ വന്നാലും നമുക്ക് ദോഷം വരാതെ രക്ഷപ്പെടാം. അതാണ് ഈ സമയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നല്ലത് വരും. അപ്പോൾ ഭഗവാൻ നമുക്ക് എങ്ങനെ അനുകൂലിച്ച് നിൽക്കണമെന്ന് വെച്ചാൽ വേഴൻ എന്ന് പറയുന്ന ഗ്രഹം 4 നിൽപ്പുണ്ട്. അപ്പോൾ വലിയ ശത്രുക്കളും വലിയ ദോഷങ്ങളും വലിയ എതിർപ്പുകളും വന്നാലും ഈശ്വരൻ്റെ സഹായമുള്ളവർക്ക് ബാധിക്കില്ലെന്നാണ്. അതിനൊരു കഥയുമുണ്ട്. അത് നമ്മുടെ ഭഗവത്ഗീത 5-ാം അധ്യായത്തിൽ കൃഷ്ണൻ്റെയും അർജുനൻ്റെയും തമ്മിലുള്ള സംഭാഷണത്തിൽ അതുണ്ട്. കാരണം സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗഞ്ച സംസസി ഏതയോഗ യത് ശ്രേയ തത് ഏകമേ സുനിശ്ചിതം പോയി. അല്ലേ കൃഷ്ണ, കർമ്മമാണോ സന്യാസമാണോ ഏറ്റവും നല്ലത്? അതെനിക്കൊന്ന് ഉപദേശിച്ച് തന്നാലും ഒന്ന് അർജുനൻ പറയണം. അപ്പം കൃഷ്ണൻ പറഞ്ഞ, ഹേ അർജുന, സന്യാസസ്തു മഹാഭാഗോ ദുഃഖമാപ്തും അയോഗ്യത യോഗയുക്തോ മുനുർബ്രഹ്മ ന ചിരേന ബ്രഹ്മ അധികച്ചത്. അല്ലേ അർജുന, ക്ഷത്രിയധർമ്മ യുദ്ധം ചെയ്യണം. സന്യാസവും കർമ്മം കൊണ്ട് മോക്ഷം കിട്ടുമെങ്കിലും നമ്മൾ ക്ഷത്രിയധർമ്മം കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് സന്യാസക അയോഗ്യത കാപ്തു ദുഃഖമാണോ. സന്യാസം ഭയങ്കര കട്ടമാണ്. മഴയത്തും വെയിലത്തും ഉണ്ണാതെയും തിന്നാതെയൊക്കെ ഇരുന്ന് ജപവും തപമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല. എന്തിനാ അതിൻ്റെ കാര്യമല്ല. എന്നാൽ യോഗയുക്ത മുനിഹി ഞാൻ ചിരേന ബ്രഹ്മ അധികരിച്ചത്. യോഗയുക്തന്മാരായ മുനികൾക്ക് വളരെ കാലം കൂടാതെ ബ്രഹ്മം പ്രാപിക്കുന്നുമുണ്ട്. അവർക്ക് നല്ലത് വരുന്നുമുണ്ട്. പക്ഷെ അത് അല്ല ശരിയെന്ന്. അപ്പം കൃഷ്ണൻ വീണ്ടും അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ അർജുനൻ പറഞ്ഞ എൻ്റെ ബന്ധുക്കൾ, ഗുരുക്കന്മാർ, സുഹൃത്തുക്കൾ എല്ലാവരുമാണ്. അവരുടെ എനിക്കൊരു യുദ്ധം ചെയ്ത് ഈ രാജ്യവും വരണമെന്ന് എനിക്ക് നേടണമെന്ന് ഒരാഗ്രഹമില്ല. അവർക്ക് ഉള്ളതൊക്കെ ഭഗവാൻ വിളിച്ചു കൂടിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കഴിഞ്ഞോളാം എന്നാണ് അർജുനൻ പറയുന്നത്. കൃഷ്ണൻ പറയണത്, നീ ക്ഷത്രിയ ധർമ്മം പാലിച്ചേ പറ്റും. ക്ഷത്രിയൻ്റെ ധർമ്മം യുദ്ധം ചെയ്യുക. അവിടെ പിതാവെന്നോ മാതാവെന്നോ സഹോദരങ്ങളെന്നോ ബന്ധുക്കളൊന്നുമില്ല. ശത്രുവിനെയാണ് നമുക്ക് യുദ്ധത്തിന് വിളിക്കേണ്ടത്. ശത്രുവാണ് നമുക്കാരുടെയും വിരോധമല്ല. പക്ഷെ നമ്മളോട് വിരോധം കാണിക്കണവനെ വെറുതെ വിടാൻ പറ്റൂല. അതാണ് ക്ഷത്രിയ ധർമ്മം എന്ന് പറയുന്നത്. എന്നിട്ട് വീണ്ടും കൃഷ്ണൻ ഒരു വലിയൊരു പാര അർജുനൻ കൃഷ്ണന് വെച്ചു കൊടുത്തു. കൃഷ്ണൻ്റെ അടുത്ത് വന്നില്ലേ അവർ? വന്നു. ആനപ്പട, കുതിരപ്പട, വീരാളി, പടയാളി, തേരാളി എല്ലാം വേണമെന്ന് ആവശ്യപ്പെട്ടില്ലേ? വന്നു ആവശ്യപ്പെട്ടു, ഞാൻ കൊടുത്തു. അത് നിനക്കെന്ത്? എൻ്റെ ഭക്തന്മാർ എൻ്റെ അടുത്ത് വന്ന് ഓരോന്ന് ചോദിച്ചാൽ അത് ശത്രുവാണോ മിത്രമാണോ? നിൻ്റെ ശത്രുവാണോ മിത്രമാണോ? എൻ്റെ ശത്രുവാണോ മിത്രമാണോ ഞാൻ നോക്കാറില്ല. അവർക്ക് എല്ലാം കൊടുക്കും. അത് പിന്നിട്ടാണ് അവൻ്റെ അടുത്ത് പോയി എൻ്റെ യുദ്ധം ചെയ്യണമെന്ന് പറയണത്. അപ്പോൾ പറഞ്ഞു, നീ പേടിക്കണ്ട, നമുക്ക് യുദ്ധത്തിന് പോവാം. യുദ്ധത്തിൽ ജയിച്ചാലും തോറ്റാലും മോക്ഷം കിട്ടും. അതുപോലെ എനിക്ക് മതി. പിന്നെ ഭഗവാന്റെ കൈ കൊണ്ട് ചത്താൽ എനിക്ക് അതിനപ്പുറം വലിയൊരു നല്ല മരണം വേറെ എല്ലാവരും ഒരു ഭാഗം കൊന്നിട്ട് ചെയ്താലും അതല്ല, നമുക്ക് പോയിട്ട് വന്നിട്ട് വേണ്ടത് ചെയ്യാമെന്ന്. അങ്ങനെ യുദ്ധം നടന്നു. യുദ്ധത്തിൽ യാനപ്പടയും കുതിരപ്പടയും വീരാളിയും പടയാളിയും ശത്രുക്കളെ കണ്ടു അന്തം വിട്ടുപോയെങ്കിലും യുദ്ധത്തിൽ ജയിച്ചത് അർജുനനാണ്. എന്തുകൊണ്ട് ജയിച്ചു? അവിടെ ചോദ്യമാണ്. ഭഗവാൻ കൃഷ്ണനുള്ളത് കൊണ്ട്, ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റി. അതുകൊണ്ട് നിങ്ങൾ എത്ര പ്രയാസമുള്ള ആൾക്കാരാണെങ്കിലും ഈശ്വരനെ ഭജിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ഏത് മതമായിരുന്നാലും എല്ലാ മതത്തിലെയും ദൈവങ്ങൾ ഒന്ന് തന്നെയാണ്. അച്ഛനും പാപ്പയും പപ്പയും ഡാഡിയല്ല. എല്ലാവരുടെ അടുത്തും പോണതും കുഴപ്പമൊന്നുമില്ല. എന്നുള്ള കാലത്ത് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കണം. അപ്പം നമുക്ക് എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ വലിയ ദോഷങ്ങൾ, കുരുക്കളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ
ജാതകം പരിശോധിച്ചു, ഭഗവാനെ പഠിച്ചു മുന്നോട്ട് പോകണം. കാലഭൈരവ ക്ഷേത്രത്തിലെല്ലാം അമാവാസ്യ തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജോമം, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, സർപ്പപൂജകൾ, 6 മണി തൊട്ട് 7 മണി വരെ അഭിഷേകം, പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം. ഈ പറയുന്ന പരിഹാരങ്ങളും പൂജകളും ചെയ്യാൻ താല്പര്യമുള്ള ഭക്തജനങ്ങളും ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം. ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല സമയമാണ്, ദോഷങ്ങൾ ബാധിക്കില്ല. ദോഷത്തെ സമയം മോശമാണ്, ഗ്രഹപ്പിഴകളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം വിഷമതകളുണ്ട്. അതുകൊണ്ട് ജാതകം പരിശോധിക്കണമെങ്കിൽ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ എനിക്ക് അയച്ചിരണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാലഭൈരവ സ്വാമിയുടെയും ശ്രീ പത്മനാഭ സ്വാമിയുടെയും ആറ്റുകാലമ്മച്ചിയുടെയും ഒക്കെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.